കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന CGPയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇന്ന് 3:30 നിർണായകമായ ചർച്ച നടക്കും. ചർച്ച പൊളിഞ്ഞാൽ വീണ്ടും പാർലമെന്റ് മാർച്ചിന് CGP ആഹ്വാനം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ജന്തർ മന്ദർ ഉൾപ്പെടുന്ന മേഖലയിൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് മെട്രോ നിരോധനം ഇന്നും തുടരുകയാണ്. ഇന്ന് വലിയ ജനത്തിരക്കാണ് ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധ വേദിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 10,000-ഓളം പേരാണ് ശരാശരി ഈ പ്രദേശത്ത് ഒരു സമയം ഉണ്ടാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 10,000 ഒന്നും അല്ല, അതിനപ്പുറം വലിയൊരു തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് വൈകിട്ടാണ് ഈ സർക്കാരും CGPയും തമ്മിലുള്ള നിർണായകമായ ചർച്ച നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ചർച്ചയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റി തൽക്കാലത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു സാധ്യത സർക്കാർ ആലോചിക്കുന്നു എന്നതാണ്. പക്ഷേ അതിൽ നമുക്ക് കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസമായി നല്ല മഴയുണ്ട്. ആ മഴ കാരണം ഹ്യൂമിഡിറ്റിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാം ഈ പരസ്പരം ഈ വീശി, കാരണം വേർപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അതിൽ നിന്ന് ഈ സമരക്കാർക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുന്നതിനായി ഇങ്ങനെ വീശി നൽകുന്നതൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. ജന്തർ മന്ദറിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.